IPL ഒരുപാട് മത്സരങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലോ സ്കോറിംഗ് ത്രില്ലറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത്, ഇപ്പോഴത്തെ ഒരു സൂപ്പർ ഓവറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത്. ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോളർമാരുടെ ഒരു ശക്തമായ സ്റ്റാർക്കിൻ്റെ ഒക്കെ ഒരു മികച്ച ഒരു അവസാന 6 ബോളിൽ 9 റൺസ് ഡിഫെൻഡ് ചെയ്യുക, അതും യോർക്കറുകൾ കൊണ്ട് എറിഞ്ഞ് അതെ ഇത് ചെയ്യാന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാനുള്ളത്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഓവറും ഒരു ബാറ്റർമാരുടെ ഒരു സമഗ്രാധിപത്യം നമ്മൾ കണ്ടിട്ടില്ല. ഡൽഹിയുടെ ബാറ്റർമാർ ആണ് കൃത്യമായിട്ടൊരു സ്റ്റെപ്സ് ഒരു കിടിലൻ സിക്സ് ഒക്കെ അടിക്കുന്നുണ്ട്. എന്താണ് രാജസ്ഥാൻ ഇന്നലെ കാണിച്ചത്? നമ്മൾ തൊട്ട് മുന്നത്തെ മത്സരത്തെ കുറിച്ച് പറഞ്ഞു, നമ്മളപ്പോൾ വിജയിക്കേണ്ട ഒരു കളി കൊൽക്കത്ത കൊണ്ടുപോയി കൊളാക്കിന്ന്. അതിനേക്കാളും അടിപൊളിയായിട്ട് വിജയിക്കാവുന്ന ഒരു കളി ആണ്. അതെ, അതെ അതെ. സഞ്ജുവും പിന്നെ ജയ്സ്വാളിനോട് ഒരു നല്ല മികച്ച തുടക്കം നൽകിയത്. 2 ഓപ്പണർമാർ നന്നായിട്ട് പവർ പ്ലേയിൽ കളിച്ചു, നല്ലൊരു തുടക്കം കിട്ടി. സഞ്ജു പിന്നെ പരിക്കുപറ്റി പുറത്ത് പോയതിനു ശേഷം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയത്. പരാഗിന്റെ മറ്റേ ഇന്നിങ്സ് നമുക്കറിയാം എന്താ സംഭവിക്കുന്നത് അറിയാം, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു ഓവറെങ്കിലും ബാക്കി നിൽക്കെ ജയിക്കാൻ പറ്റുന്ന കളിയായിരുന്നു രാജസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്നത്. അവസാന നിമിഷം കൊണ്ടുപോയിട്ട് അത് ഒരു ഓവറിലേക്ക് 9 റൺ വെച്ച് അവിടെ കൊണ്ടുപോകുന്നു. 5-ാം ബോളിൽ ഒരു ഡബിൾ എടുക്കാൻ വേണ്ടി അവസരം ഉണ്ടായിട്ടും എടുക്കാണ്ടിരിക്കുന്നു. ഓവർ കോൺഫിഡൻസ് ആണോ അല്ല എന്താണെന്ന് അറിയുന്നില്ല ജുറലിനെ പറ്റിയൊന്നും സംഭവിക്കുന്നത്. ലാസ്റ്റത്തെ ബോളിലും ഒരു സിംഗിൾ റണ്ണൗട്ടായി പോകുന്നു. ഇത് കളി കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഹെഡ്മേറിനെയും ജുറലിനെയും കുറ്റം പറഞ്ഞാൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാറ്റ്സ്മാൻ കളഞ്ഞ് 1-2-3 താരങ്ങൾ മാത്രമാണ് രാജസ്ഥാനിൽ ജയിക്കണം എന്നുള്ള ഇൻഷോട്ട് കളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സഞ്ജു, ജയ്സ്വാൾ, നിതീഷ് റാണ, നമുക്ക് ആർച്ചറിനും കൂടെ പറയാൻ വേണ്ടി പറ്റും. സന്ദീപ് ശർമ്മയെ പൂർണ്ണമായും തള്ളി പറയുന്നില്ല, എങ്കിൽ കൂടി ഈ 4 താരങ്ങളല്ലാണ്ട് മറ്റാരും ടീമിന് വേണ്ടി ഒരു 100% നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയെല്ലാം ഹല്ലാബോൾ എന്ന് പറഞ്ഞ തലങ്ങും വിലങ്ങും നടക്കുവാണ്, ഒരു ടീമായിട്ട് വരുന്നില്ല. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട രാജസ്ഥാൻ റോയൽസ് ഒരു 11 ടീമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ടീം ഇല്ല എന്ന് തന്നെ പറയാം. എന്തൊക്കെയോ നടക്കുവാണ് അവിടെ. ഈ സീസണിൽ തന്നെ ചില മത്സരങ്ങളിൽ നമ്മൾ രാജസ്ഥാൻ മികച്ചൊരു രീതിയിൽ ഒരു ശക്തമായ ഒരു ടീം എഫേർട്ട് കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഈ മത്സരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർക്കിന് അവസാന ഓവറിൽ 6 പന്തിൽ 9 റൺസ്, അത് 6 വിക്കറ്റ് കയ്യിലിരിക്കെ ഒരു വാലറ്റം പോലും അല്ല ബാറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. 2 സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനാണ്. അതെ, കൃത്യമായൊരു പ്ലാനിങ് രാജസ്ഥാൻ ആ ഓവറിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവസാനം 2 ബോളിലൊക്കെ ഇത് എന്തിനാണെന്നറിയില്ല, അവസാനം 6 അടിച്ച് ജയിക്കാൻ വേണ്ടി വച്ചാണോ അറിയില്ല. സ്റ്റാർക്കാണ് ബോൾ ചെയ്യുന്നവർക്ക് അറിയാതെ ഒന്നുമില്ല. 5 യോർക്കർ വരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ കളി വിട്ടു എന്ന് നടന്നെ സൂപ്പർ ഓവറിലൊക്കെ നമ്മളൊക്കെ കളി കളഞ്ഞു. ഇതിൻ്റെ ആവശ്യമില്ല. ഇവർ എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത്? ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടി കളിക്കുന്നതാണോ? എന്തിനാണ് ഇവർ ഇങ്ങനെ കളി? ഇപ്പോൾ സഞ്ജുവും ജയ്സ്വാളും അല്ലാണ്ട് ഈ ടീമിൽ ആരാണ് പിന്നെ ഒരു സ്ഥിരം നമ്പറിൽ ഇറങ്ങുന്നത്? നമ്പർ ട്രീറ്റിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ പറയുന്നില്ല, റൊട്ടേഷൻ ഒരു പ്രശ്നമില്ല, അങ്ങനെ വരുന്നുണ്ട്. ഇനി ഇപ്പോൾ അടുത്തുള്ള സഞ്ജുവിനും ജയ്സ്വാളിനെയും മാറ്റം കൂടെ പറയാൻ പറ്റില്ല. സഞ്ജു പരിക്കുവാനെ തിരിച്ചു വരുന്നതാണെങ്കിൽ ഒരു വ്യക്തമായ ഗെയിം പ്ലാൻ ഇല്ലാണ്ടാണ് ദ്രാവിഡ് ടീം സംഘത്തെ അയക്കുന്നതെന്ന് കുറ്റം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കണ്ട കമൻറ്റുകൾ മൊത്തം പ്രതികരണം വരുന്നതൊക്കെ ദ്രാവിഡിനെയാണ്. ദ്രാവിഡിനെ പുറത്താക്കി അല്ലെങ്കിൽ സഞ്ജുവും പിന്നെ ജയ്സ്വാളും ടീം ഇട്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യാതൊരു സംശയമൊന്നുമില്ല. കാരണം ആ ടീമിന് ഇവർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിരുന്നു ചെന്നൈക്ക് ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു നല്ല ടീം എന്ന് പറയുന്നത് നല്ല ടീം തന്നെയാണ്, നല്ല ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ടീമിന് എങ്ങനെയാണ് കളിക്കേണ്ടത്, ഏത് രീതിയിലാണ് കളിക്കേണ്ടത്, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണ്ടി ഇറക്കി വിടുന്നത്, പരാഗൊക്കെ വരുന്നു നേരത്തെ ഇറങ്ങുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടി വരുന്നത് കളിക്കുന്നത് മനസ്സിലാവാനുള്ള ഇതാണ്. വല്ലപ്പോഴും ഒന്ന് മിന്നുന്നു. കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് 2 പേര് സൂപ്പർ ഓവറിൽ റണ്ണൗട്ട് ആവുന്നു. ഇവർ വെറുതെ വന്നിട്ട് 3-4 മണിക്കൂർ കളയാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം പ്ലാനും ഇല്ലാണ്ട് വരുന്നു. സംഭവിക്കുന്നത് വെച്ചാൽ സംഭവിക്കട്ടെ, കൈ കിട്ടുന്ന ബോൾ കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജു ഒക്കെ നമുക്ക് പറഞ്ഞാൽ പിന്നെ പവർ ഹിറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു അഗ്രഷനോട് കളിക്കുന്ന താരമായിരുന്നു. പക്ഷേ ഇപ്പം സഞ്ജുവിൻ്റെ ശൈലി മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു നങ്കൂരോട്ട് ആംഗിൾ ചെയ്ത് കളിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതിപ്പം സഞ്ജുവിൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണോ ഇപ്പോൾ കോച്ചിൻ്റെയോ ടീം മാനേജ്മെൻറ്റോ തീരുമാനമാണോ എന്ന് അറിയില്ല. അതൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആ ഒരു താളത്തിലല്ല രാജസ്ഥാൻ പോകുന്നത്. ആ ടീമിന് താളം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് സൂപ്പർ ഓവറിൽ ഇന്നലെ പറ്റിയത്. അല്ല, ഈ സൂപ്പർ ഓവറിൽ മാത്രമല്ല, അവസാനത്തെ ഓവറിൽ 2 റണ്ണൗട്ടുകൾ, തുടർച്ചയായ റണ്ണൗട്ടുകൾ. നമുക്കൊരു ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു രീതിയിൽ ഔട്ടാവുന്നതാണ് റണ്ണൗട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ചിലപ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ഡൽഹി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരുൺ നായർ റണ്ണൗട്ട് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് മികച്ച പ്രകടനം നടത്തിയ ഒരു താരം വന്ന് 3 ബോളുകൾ മാത്രം ഫേസ് ചെയ്തിട്ട് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് ആവശ്യമില്ല അത് ഓടിയിട്ട് റൺഔട്ട് ആവുന്നത് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ രാജസ്ഥാനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഡൽഹിയുടെ ഒരു മനസാന്നിധ്യവും ഡൽഹി താരങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനവും അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഓവറിൽ 2 പന്തിൽ 3 റൺസ് ഉള്ള സമയത്ത് ഒരു ഡബിളിന് ശ്രമിക്കുന്ന രാജസ്ഥാൻ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് സ്റ്റബ്സ് എറിഞ്ഞിട്ടുള്ള ഒരു ഗൺ ത്രോ തന്നെയാണ്. അതൊരു അത്ര ഒരു വെടിച്ചില് ത്രോ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ത്രോ. ഡൽഹിക്ക് ജയിക്കാനുള്ള ഇൻവെഷൻ ഉണ്ടായിരുന്നു ആ താരങ്ങളിലെല്ലാം. അതെ, അത് മാത്രമല്ല, ഹിറ്റ്മേർ ഒരു ഷോട്ട് ബൗണ്ടറി പോകാതെ അത് തടയാൻ ആ ഭാഗത്തേക്ക് എത്തുന്നത് 3 താരങ്ങളാണെന്നുള്ളതാണ്. അത്
അക്സർ പട്ടേൽ എന്ന ക്യാപ്റ്റന്റെയും കൂടി ഒരു മികവായിട്ട് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടേക്കാണ് ഹിറ്റ്മെയറിന്റെ അടി വരിക, അത് സ്റ്റാർക്കിന്റെ പന്തിൽ, അവിടെ കൃത്യമായിട്ട് അവിടേക്ക് ഫീൽഡേഴ്സ് എത്തുന്ന തരത്തിൽ കൃത്യമായി അവിടെ ഫീൽഡ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ബൗണ്ടറി പോവുകയാണെങ്കിൽ ഈ മത്സരത്തിന്റെ ഗതി ഇതായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സൂപ്പർ ഓവറിൽ വരികയാണെങ്കിൽ ഒരു സൂപ്പർ ഓവറിൽ കാണിക്കേണ്ടത് എന്തിനാണ് സൂപ്പർ ഓവറിൽ ഇങ്ങനെ റണ്ണ്, സൂപ്പർ ഓവർ എന്ന് പറയുന്നത് അടിച്ച് തകർക്കാനുള്ളതാണ്. അത് ഒരുപക്ഷെ ഡൽഹിയുടെ ബോളിംഗ് കാരണം ഇവർക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാ പോലും ഈ റൺ ഔട്ട് ആവുക, അത് 2 താരങ്ങളൊക്കെ റൺ ഔട്ട് ആവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ സൂപ്പർ ഓവറിൽ ഇപ്പൊ എത്ര ഓടി റൺ എടുക്കും. അതാണ് വരുന്നത്. ഇവർ എന്തിനാണ് ഇത് ചെയ്യാൻ പവർ ഹിറ്റിംഗ് ഒരു അത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇന്റൻഷൻ ഇല്ല. ഇന്നലെ രാജസ്ഥാൻ ജയിക്കണം എന്നില്ല. എനിക്കൊന്നിനും ഇപ്പോൾ ഇനി 2-3 മത്സരങ്ങൾ, ഇനി ബാക്കി വരുന്ന 4 മത്സരങ്ങളും പിന്നെ ജയിച്ചാൽ മാത്രമേ രാജസ്ഥാൻ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂളായിട്ട് പോലെ ഇവർ വെറുതെ കളിച്ചതൊക്കെ പോകുന്നത്. ഇനിയിപ്പം എന്താണ് ഇവർ ഈ സീസണിൽ ഇവർ താരങ്ങളെ വെച്ച് പഠിക്കുവാണോ ദ്രാവിഡും സംഘവും ചെയ്തതെന്ന് എനിക്കറിയില്ല. താരങ്ങളെ വെച്ചിട്ട് പഠിച്ചിട്ട് അടുത്ത സീസണിലേക്ക് ഇറക്കാൻ വേണ്ടിയാണോ? ഇനിയിപ്പം നമ്മൾ ഹെറ്റ്മെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു തികച്ചൊരു മോശപ്പെട്ട ദിവസം തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും ഒരു മോശപ്പെട്ട ദിവസം തന്നെയായിരുന്നു. അതായത് പലപ്പോഴും താരങ്ങൾ അദ്ദേഹത്തിന്റെ കൂടി മിസ്റ്റേക്ക് കൊണ്ടാണ് റൺഔട്ട് ആവുന്നത് അപ്പുറത്ത് എന്ന് വരെ. റൺഔട്ടുകളൊക്കെ വന്നത് ഒരു എതിർ താരത്തിനോട് സ്ട്രൈക്കിലോ നോൺ സ്ട്രൈക്കിലോ ഇല്ല താരത്തിനോട് ഒരു പങ്കുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് ടീമല്ല, ഒരു ഞാൻ പറഞ്ഞു കുറച്ച് സംഘങ്ങൾ വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരുടെ രീതിയിൽ ബാറ്റ് ചെയ്യുന്നു, ബോൾ ചെയ്യുന്നു, പോകുന്നു. ഫീൽഡ് ഇനിയിപ്പോ ഡൽഹി 11 റൺസ് നോക്ക്, നമ്മൾ അവസാന ഓവറിൽ 9 റൺസ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഡൽഹി, അത് സൂപ്പർ ഓവറിലേക്ക് വരുന്ന സമയത്ത് രാജസ്ഥാൻ ഒരു 11 റൺസിന്റെ ഒരു 12 റൺസിന്റെ ഒരു വിജയലക്ഷ്യം 11 റൺസ് നേടുന്നു. ആ 11 റൺസ് ഇപ്പുറത്തെ ഡൽഹി ഒരു 9 റൺസ് ഡിഫെൻഡ് ചെയ്തെങ്കിൽ ആ 11 റൺസ് ഫലപ്രദമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോലും ഒരു മികച്ച ബൗളർ രാജസ്ഥാനിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ഷോർട്ട് ബോൾ എറിഞ്ഞ് സ്റ്റെപ്സ് പറത്തിയ 6. വേറൊരു കാര്യം കൂടി ഉണ്ട്. രാഹുൽ 3 പന്തിൽ 7 റൺസ് എടുത്തിട്ട് ഏതാണ്ട് പുള്ളിയുടെ പണി കൊടുത്തിട്ട് ബാക്കി 3 പന്ത് സ്റ്റെപ്സിന് കൊടുത്തിട്ട് ഇനി നിനക്ക് വേണ്ടത് എന്താ ചെയ്തോ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്ത രീതിയില്ല. സ്റ്റെപ്സ് ഡൽഹിയുടെ ബാറ്റിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ ഒരു വെടിക്കെട്ടും ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു നമ്മൾ പലപ്പോഴും ഇതൊരു കുറച്ച് ഇത്രയും ഒരു സ്കോർ ഡൽഹിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുക. അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ്, അക്സർ പട്ടേൽ ആ സമയത്ത് കാഴ്ചവെച്ച ബാറ്റിംഗ്, ഇപ്പോ അഭിഷേക് പോരല്ലേ ഇപ്പൊ ഈ ഡൽഹിയുടെ ബാറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് പോരല്ല ഒരു വെടിക്കെട്ട് ദേശ്പാണ്ഡനെ തുടർച്ചയായി ബൗണ്ടറികൾ നേടുന്നുണ്ട്. 4 4 ഒരു 6 അടിച്ചിട്ട് അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് മക്രൂക്ക് അപ്പുറത്ത് വിക്കറ്റ് കൊടുക്കുന്നത്. ആ വിക്കറ്റ് ആ സമയത്ത് നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനെയും കൂറ്റൻ സ്കോറിലേക്ക് പോയിരുന്നു. പിന്നെ രാഹുലിന്റെ രാഹുലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രാഹുൽ രാജസ്ഥാനെതിരെ ഒരു മികച്ച റെക്കോർഡുള്ള താരമാണ്. എനിക്ക് തോന്നുന്നത് വിരാട് കോഹ്ലിക്ക് പിന്നിൽ രാജസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരമാണ്. വിരാട് കോഹ്ലി രാഹുലിനെ തടഞ്ഞു നിർത്തതിൽ ഒരു പരിധി വരെ രാഹുലിന്റെ ബാറ്റിംഗ് അത്ര വിസ്ഫോടനത്തിലേക്ക് പോകാത്തത് ഒരു പരിധി വരെ 6 ബോളർമാർ വിജയിച്ചു. അത് മാത്രമല്ല ആർച്ചർക്കെതിരെ മികച്ച റെക്കോർഡ് രാഹുലിനുണ്ട്. ഇതുവരെ ആർച്ചർക്ക് രാഹുലിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ബോളർമാരുടെ ഒരു മികച്ച പ്രകടനം കണ്ട ഒരു മത്സരമാണ്. അധികം വിക്കറ്റുകൾ ഇല്ലെങ്കിൽ പോലും 188 റൺസിൽ ഡൽഹിയെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. മറുവശത്ത് ജയ്സ്വാള് ഒരു അർദ്ധ സെഞ്ചുറി നേടുന്നു. പക്ഷെ നിതീഷ് റാണ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു മൊത്തത്തിലൊരു ടീം, പിന്നെ സഞ്ജുവിന്റെ കാര്യം, പിന്നെ സഞ്ജുവിന് പരിക്ക് പറ്റിയിട്ട് സഞ്ജു പിന്മാറേണ്ട ഒരു അവസ്ഥ വരുന്നു. പക്ഷെ ജുറല് ഒരു സൂപ്പർ ഓവർ സമയത്ത് സഞ്ജുവിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും സഞ്ജുവിന്റെ നിരാശ എന്താണ് അവസ്ഥ എന്നുള്ളത്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താരങ്ങൾ ഇപ്പം ടീം മാനേജ്മെന്റ് അപ്പുറത്തൊക്കെ തീരുമാനിക്കുന്നു, 2 താരങ്ങൾ ഇറങ്ങുന്നു. സഞ്ജുവിന് നിരാശനായിരുന്നു, തീർത്തും നിരാശനായിരുന്നു. സഞ്ജുവിന്റെ പരിക്ക് മാത്രമല്ല ഈ ടീമിന്റെ പ്രകടനത്തിൽ സഞ്ജു എനിക്ക് തോന്നുന്നില്ല, ഒട്ടും കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ടീമിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, മറ്റേ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുന്നില്ല, യാതൊരു പ്രതീക്ഷ ഇപ്പോൾ സഞ്ജുവിന് മുഖത്ത് കാണുന്നില്ല. അതിപ്പം നമുക്കും ഏകദേശം ഈ രാജസ്ഥാൻ്റെ ഡൈഹാർഡ് ഫാൻസിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ടീമിനെ കൊണ്ട് നടക്കും തോന്നുന്നില്ല. കാരണം ഇവർ എന്തെങ്കിലും ഒരു പ്ലാൻ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും T20 കളിക്കാൻ വേണ്ടി വരുമ്പം ഈ മുട്ടിക്കളിച്ചിട്ട് സ്ട്രൈക്ക് റേറ്റ് കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ആദ്യത്തെ ബോധ്യം ഇവർക്ക് വേണം. അത് ഇവർക്കില്ല. ഇവർ ഈ റണ്ണൗട്ട് പവർ പ്ലേ സൂപ്പർ ഓവറിൽ വരെ ഈ ഓടിക്കളിച്ചിട്ട് പിന്നെ വിക്കറ്റ് കളയുന്ന ടീം ഇവർ എവിടെ എത്താൻ പോകുന്നില്ല എന്നതിലാണ് സത്യം. എത്താൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ. തീർച്ചയായും പിന്നെ റെക്കോർഡ് ഇപ്പം പറയുമ്പോൾ സൂപ്പർ ഓവറിൽ പിന്നെ 4 ജയങ്ങൾ, IPL സൂപ്പർ ഓവറിൽ 4 ജയങ്ങളുടെ റെക്കോർഡ്, ഏറ്റവും കൂടുതൽ ജയങ്ങളുടെ റെക്കോർഡ് ഡൽഹിക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ഓവർ കളിച്ചിട്ട് പരിചയമുള്ള ടീമായിട്ട് മാറിയിട്ടുണ്ട് അവർ. അതെ, തീർച്ചയായും. ഇപ്പം നമ്മൾ ഇപ്പൊ ഇതൊക്കെ പറയുകയാണെങ്കിലും രാജസ്ഥാന്റെ ഫീൽഡിങ്ങിൽ വന്ന പിഴവുകളെ കുറിച്ച് കൂടി നമ്മൾ പറയണം. ഒരു വിക്കറ്റ് കിട്ടിയിട്ട് അപ്പീൽ ചെയ്യാൻ വരെ പറ്റി, അത് തന്ത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കമന്ററി
അല്ല അത് മാത്രമല്ല സ്റ്റബ്സിന്റെ ക്യാച്ച് വിടുന്നുണ്ട്. 12 റൺസ് നിൽക്കുന്ന സമയത്ത് പരാഗ് സ്റ്റബ്സിന്റെ ക്യാച്ച് വിടുന്നുണ്ട്. ആ ക്യാച്ച് എടുക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ സ്റ്റബ്സ് അവസാന സമയത്ത് ഇത്ര അപകടം സൃഷ്ടിക്കില്ല. അതായത് രാജസ്ഥാൻ ബൗളിങ്ങിന്റെ ആ ഒരു ഡൽഹി ബാറ്റിങ്ങിന്റെ ഇന്നിങ്സിന്റെ അവസാനം ഒരു മികച്ച ബാറ്റിംഗ് തന്നെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ത്രോയെ അങ്ങനെ അതായത് ഒരു ജയിക്കാനുള്ള ഒരു ഇത് പൊതുവെ തളർന്നു ഡൽഹി തന്നെയായിരുന്നു. അതായത് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും ഫീൽഡിംഗിലായാലും ഡൽഹിയെ സംബന്ധിച്ച് അവരുടെ സ്വന്തം നാട്ടിൽ ഒരു ആദ്യ ജയം ഈ സീസണിൽ നേടുക എന്നും കൂടിയുള്ള ഒരു ലക്ഷ്യം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ 2 മത്സരം അവര് വിശാഖപട്ടണത്താണ് കളിച്ചത്, അവിടെ ഒക്കെ വിജയിച്ചു. പക്ഷെ സ്വന്തം നാട്ടില് അതായത് ഡൽഹിയിലായിരുന്നു ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക് വന്ന സമയത്ത് ആദ്യ മത്സരം മുംബൈയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതും നമുക്കറിയാം. ഇപ്പോൾ ഒരു 200-205 റൺസ് ഒക്കെ മുംബൈ നേടുകയും 193 ഡൽഹി ഒതുങ്ങുകയൊക്കെ ചെയ്തൊരു മത്സരം, ഒരു പൊരുതി വീണ മത്സരം തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 188 ഒരു ഗെറ്റബിൾ സ്കോർ ആയിരുന്നു. 15 ബോളിൽ 28 എന്നത് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അതൊരു അടിക്കാൻ പറ്റുന്ന സ്കോർ ആയിരുന്നു. അവസാനം 6 ബോളിൽ 9 എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ട് പോലും രാജസ്ഥാന് ആ കളി കയ്യിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്റ്റാർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇതെല്ലാം വരുമ്പോഴും ഡൽഹി അതിന് വിജയം അർഹിച്ചിരുന്നു. ഡൽഹിയുടെ ദിവസം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ രാജസ്ഥാന്റെ ടീമിൽ ഈ പറഞ്ഞ 4-5 താരങ്ങൾക്കല്ലാതെ ജയിക്കണമെന്നില്ല, ടീം മുന്നോട്ട് പോകണമെന്നില്ല. അതില്ലാതെ ഒരു ടീമായി മാറാണ്ട് ഇവർക്ക് ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട, മുന്നോട്ട് പോകാനുമാവില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു നിർണായകമായിട്ടുള്ള ഒരു മത്സരം കൂടിയായിരുന്നു ഡൽഹിക്കെതിരെ. ഡൽഹി വളരെ ശക്തമായി ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാമത്തെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള ടീമാണ്. രാജസ്ഥാൻ കുറച്ച് പുറകിലുള്ള ടീമാണ്. രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ടീം കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ സഞ്ജുവിന്റെ പരിക്കും അതെങ്ങനെയാണ് അതിന്റെ പുതിയ അപ്ഡേറ്റുകളും ഇതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇനി രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ച് ഇനിയും നിരാശയുടെ പടുകുഴിയിലേക്ക് അവര് വീഴാൻ പോവുകയാണോ? അതോ സഞ്ജു ഇപ്പം ഗൈക്കോ അതിനൊക്കെ പോലെ പിന്നെ കളി ടീം വിട്ടു എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ പിന്നെ സഞ്ജു ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഇന്നലെ അവസാന നിമിഷം സഞ്ജു മുഖം കാണുമ്പോൾ ശരിക്കും സങ്കടം വരുവാണ്. ആ സങ്കടം കാണാതിരിക്കാൻ നമുക്ക് കുഴപ്പമില്ല നിൽക്കുന്നത്. സഞ്ജു വിശ്രമിക്കുകയാണെങ്കിൽ പിന്നെ T20 ലോകകപ്പിൽ വരുവാണ്, അത് ശക്തമായി തിരിച്ചെത്താൻ വേണ്ടി അദ്ദേഹം വിശ്രമിക്കുന്നത്. അത് അല്ല, സഞ്ജു നടത്തിയ ഈ ഒരു തന്റെ കരിയറിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ടീമിനെ സഞ്ജു അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ്രാവിഡിന്റെ കോച്ചിങ് നമുക്കറിയാം, യുവതാരങ്ങൾക്ക് ഇത് കൊടുക്കുന്നു, യുവതാരങ്ങളെ വളർത്തുന്നു. പക്ഷെ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് താരങ്ങൾ വളർത്താമെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ വേദിയല്ലല്ലോ. അങ്ങനെ ഇപ്പൊ നമുക്ക് വിഘ്നേഷ് പുത്തൂരിനൊക്കെ മുംബൈ ടീമിന് സ്കൗട്ടേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടാക്കണ്ട, അല്ലാണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് കളി എടുപ്പിക്കാൻ. ഇപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഒരു 19-17 അദ്ദേഹത്തെ കളിക്കാൻ 13 സൂര്യവംശി അദ്ദേഹത്തിനൊക്കെ കളിപ്പിക്കട്ടെ. അദ്ദേഹം എക്സ്പീരിയൻസ് നേടട്ടെ. ഇനിയിപ്പം വേറൊന്നും ഇവിടെ വരാനില്ല. വേറൊന്നും ഈ പരാഗിനൊക്കെ വേറെ അദ്ദേഹം കളിപ്പിച്ചെന്ന് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാഗ് ഇപ്പം 3 വർഷം നായകനായിരുന്നു, അതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ടീമിൽ പരാഗിനേക്കാളോ 13 എന്തൊക്കെ ചെയ്യാനുണ്ടാവും. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ രാജസ്ഥാന് പഠിക്കാനുണ്ട്. അതിലൊന്ന് സമ്മർദ്ദ ഘട്ടങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് ഒരു അവസാന സമയത്ത് ഒരു മികച്ച രീതിയിൽ ഒരു മത്സരം എങ്ങനെ ഫിനിഷ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ പഠിക്കാനുണ്ട്. ആരാധകരെ സംബന്ധിച്ച് അവർക്ക് നിരാശയുണ്ട് തീർച്ചയായും. പക്ഷെ വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.